കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുക. വീണ്ടും നിങ്ങളുടെ മുന്നിൽ കർത്താവിൻ്റെ വചനവുമായി നിൽപ്പാൻ ഈ പ്രഭാത സമയത്ത് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതിനോർത്ത് നമുക്ക് നന്ദി പറയാം. എത്ര വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. ഒരു ദിവസം തൻ്റെ ജനത്തെ അവൻ ഒരുക്കിയെടുക്കുകയാണ്. ഈസ് പ്രിപ്പയറിങ് ഹിസ് പീപ്പിൾ. അവൻ നമ്മുടെ ലക്ഷ്യം ഈ ഭൂമിയിലെ ഒരു വലിയ ജീവിതം നയിച്ചു പോകാനല്ല. ലക്ഷ്യം കർത്താവിനോടുകൂടെ ആയിത്തീരുവാനാണ്. ടു ബി ലൈക്ക് ഹിം. ഹെവൻ എന്നുള്ളതിനെക്കാട്ടും ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ടു ബി വിത്ത് ഹിം, ടു ബി ലൈക്ക് ഹിം. അവനെപ്പോലെയാകാന്നുള്ള സ്തോത്രം.
ആമേൻ. അതിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആമേൻ, ഞാൻ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകുന്നതിനെക്കാട്ടും ഉപരിയായി നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാൻ കർത്താവിനെ പോലെ ആയി തീരുക എന്നുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്കുണ്ടാവണം. ലൈക്ക് ഹിം, ടു ബി ലൈക്ക് ഹിം. സോ അതിനൊരുപാട് പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. അതിന് ദൈവം നമ്മളെ ഒരുപാട് ശരിയാക്കിക്കൊണ്ടിരിക്കും, നമ്മളെ ഒന്ന് നന്നാക്കിയെടുക്കും. അത് കർത്താവിൻ്റെ ഒരു പ്രോസസ്സ്. അതിന് നമ്മൾ ഒരിക്കലും നമ്മൾ എഗൻസ്റ്റായിട്ട് നിൽക്കാൻ പാടില്ല. സാൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ശുദ്ധീകരണം എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോസസ്സാണ്. ഈ സാൻറ്റിഫിക്കേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ സഹകരണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ കോപ്പറേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വി ഹാവ് ടു കോപ്പറേറ്റ് വെൻ ഗോഡ് സാങ്ക്ടിഫൈ അസ്. അതിനാണ് ഏറ്റവും പ്രധാനം. ഈച്ച് ഡേ ഹീ വിൽ സാങ്ക്ടിഫൈ. ഇന്നും അവൻ നമ്മളെ ശുദ്ധീകരിക്കും. അപ്പോൾ ശുദ്ധീകരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? മാറി നിൽക്കുകയല്ല. വി ഹാവ് ടു കോപ്പറേറ്റ് വിത്ത് ഗോഡ് സോ ദാറ്റ് പ്രോസസ് വിൽ ബി വെരി ഫാസ്റ്റ്. അതുകൊണ്ട് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ എത്തത്തില്ല, ശുദ്ധീകരണം കൂടാതെ. സോ സാൻറ്റിഫിക്കേഷൻ ഇസ് എ ഡെയിലി പ്രോസസ്. എല്ലാ ദിവസവും. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു, ഇന്നും രാവിലെ കർത്താവ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കർത്താവ് ചെയ്യുന്നത് നമ്മുടെ ശുദ്ധീകരണം തന്നെയാണ്. നമ്മളെ ഓരോ പ്രോസസ്സ്, ഓരോ ജീവിതത്തിൻ്റെ പല മേഖലയിൽ, സ്വഭാവങ്ങളിൽ, ചിന്തകളിൽ, നോട്ടങ്ങളിൽ, സംസാരങ്ങളിൽ, ഹൃദയ നിരൂപണങ്ങളിൽ എല്ലാം ദൈവം ശുദ്ധീകരിച്ച് യേശുവിനെ പോലെ ആക്കിക്കൊണ്ട് വരിക. സ്തോത്രം. and we have to cooperate with him. നമ്മൾ സഹകരിക്കണം. കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, പരിശുദ്ധാത്മാ വചനം നമ്മളെ ശുദ്ധീകരിക്കുമ്പോൾ, we have to cooperate with him, with the word, with the Lord. Hallelujah. So ഓരോ പ്രാവശ്യം വചനം വായിക്കുമ്പോഴും അതിനകത്ത് പ്രോമിസസിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇസ് ദർ ഇസ് എനിത്തിങ് ദാറ്റ് ഗോഡ് വാണ്ട് ടു ക്ലിയർ ഇൻ മൈ ലൈഫ്, അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പ്രോമിസസ്, ദൈവം പറഞ്ഞ പ്രോമിസസ് തീർച്ചയായിട്ടും ദൈവം പറഞ്ഞിട്ടുണ്ടോ അത് നടത്തിയിരിക്കും. അതിനൊരു മാറ്റവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യം പറയുന്നത്, ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൈറ്റ് ടൈമിന് നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കിടന്ന് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്ക സമയത്ത് ദൈവം അത് നമുക്ക് വേണ്ടി ചെയ്തു തരും. ഹല്ലേലൂയ. ഇന്നത്തെ പ്രോമിസ് എന്താ എന്ന് ചോദിക്കുന്നതിനെക്കാട്ടും നല്ലത്, ലോർഡ് ടുഡേ ഓൾസോ യു ഗീവ് മീ എ ബ്യൂട്ടിഫുൾ ഡേ. ആ സാങ്ക്ടിഫിക്കേഷൻ ആവശ്യമുള്ള എല്ലാ പ്രോസസ്സിനും ഐ ആം റെഡി. ഐ വിൽ കോപ്പറേറ്റ് വിത്ത് യു. ഹല്ലേലൂയ. നമ്മൾ യേശുവിനെ പോലെ ആകാനാ കർത്താവിൻ്റെ ഇഷ്ടം. ഹല്ലേലൂയ. അവനെപ്പോലെ ആയിത്തീരുമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. Hallelujah. So I'm just 2 Corinthians chapter 13 verse 11. അതിനകത്തൊരു ഭാഗം പറയുന്നത്, finally brother, farewell, became complete, be of good comfort, be of one mind, live in peace, and the God of love and peace will be with you. Amen. അപ്പം ഒരു വാക്ക് എനിക്ക് എടുത്തു പറയാൻ വേണ്ടിയാ താല്പര്യം. കംപ്ലീറ്റ് എന്നൊരു വാക്ക്. കംപ്ലീറ്റ്. ഈ വാക്ക് മലയാളത്തിൽ പറയുമ്പോൾ പല അർത്ഥങ്ങളുണ്ട്. അതിൻ്റെ ഒരർത്ഥമെന്ന് പറയുന്നത് ആകുക എന്ന, ബി കംപ്ലീറ്റ്, ആകുക, കംപ്ലീറ്റ്. അത് യേശുവിനെ പോലെ നമ്മൾ ആകണം. നമ്മളൊരു പാട്ട് പാടാറുണ്ടല്ലോ, യേശുവെ പോലെ ആകണം, യേശുവെ പോലെ വാഴണം, യേശുവിനെ നോക്കി ജീവിക്കണം. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. A complete എന്ന വാക്ക്, that we have to be more concentrate on that particular word, be complete. അതിൻ്റെ മറ്റൊരു അർത്ഥം ഇംപ്രൂവിങ് എന്നുള്ള, improve in your spiritual life, improve in your family life, improve in your job, improve, മെച്ചപ്പെടുത്തുക എന്നുള്ള, മെച്ചപ്പെടുത്തുക, ദൈവവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കുടുംബവുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, ജനങ്ങളുമായിട്ടുള്ള ബന്ധം, നെയ്ബേഴ്സുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നെയ്ബേഴ്സ് ആയിട്ടുള്ള റിലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ.
കാരണം നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് യേശു പറയുമ്പോൾ നമുക്ക് നല്ല ആ ഏറിയൊക്കെ നന്നായിട്ട് റിച്ചായി വരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ നെയ്ബേഴ്സൊക്കെ ദാറ്റ് ഈസ് ഈ ടെസ്റ്റിമണി നമ്മളല്ല പറയേണ്ടത്. നമ്മൾ പലപ്പോഴും തെറ്റിപ്പോകാൻ, നമ്മൾ ഈ ടെസ്റ്റിമണി നമ്മൾ തന്നെ പറഞ്ഞാൽ ശരിയാവത്തില്ല. നമ്മുടെ ടെസ്റ്റിമണി പറയുമ്പോൾ നമ്മളെ തന്നെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യത്തുള്ളൂ. The testimony actually have to be told by the neighbors. നമ്മുടെ അയലോക്കത്തുള്ള നമ്മുടെ കൂടെ ഉള്ളവരായിരിക്കണം നമ്മളെപ്പറ്റി ടെസ്റ്റിമണി പറയേണ്ടത്. കാരണം അവർ നമ്മളെ വളരെ കെയർഫുള്ളായിട്ട്, നമ്മളെ വളരെ സൂക്ഷിച്ച് നമ്മളെ നിരീക്ഷിക്കുന്നവരാണ്. ഹല്ലേലൂയ. നമ്മളെ നിരീക്ഷിക്കുന്നവർ, നമ്മുടെ വാക്കുകൾ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തികൾ, നമ്മൾ ഓരോ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെ അടുത്തുള്ളവരൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിലൊരു വിഷയം വന്നു, ഒരു പ്രതിസന്ധി വന്നു, അത് എങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷ്മത്തോടെ നോക്കുന്നത് ചുറ്റുപാടുമുള്ളവരാ. സോ ദാറ്റ് മീൻസ് വെൻ യു ഹാൻഡിൽ എ ഇഷ്യൂ with the proper way according to the God's knowledge, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നമ്മളത് ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ ഗൈഡൻസിൽ ഒരു വിഷയം, ഒരു ടഫായിട്ടുള്ള വിഷയം, ഒരു പ്രതിസന്ധി അത് കൈകാര്യം ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർക്ക് അതൊരു അത്ഭുതമായിരിക്കും. അവർ എത്ര മനോഹരമായിട്ടാണ് അവർ അത് ഹാൻഡിൽ ചെയ്ത്. എന്നോട് എൻ്റെ അയലോക്കത്തുള്ളൊരു ആൻറ്റി ചോദിച്ചതാ, ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് തൊട്ട് മതിലിനപ്പുറമുള്ള അവരെന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾക്കെന്ത് ഇത്ര വലിയ പ്രത്യേകത? ചോദിച്ച ചോദ്യമാണ്. ഞങ്ങളെക്കാട്ടും വളരെ ഭയങ്കര വെൽത്തി ആയിട്ടൊരു ഫാമിലിയാണ് തൊട്ട് ഞങ്ങളുടെ അയലോക്കം. അവർ ഞങ്ങളെ വാച്ച് ചെയ്തിട്ട് ഇത്രയും വർഷം, 10 വർഷം വായിച്ചിട്ട് ആദ്യമായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് തന്നെ ഇത്ര പ്രത്യേകത? നിങ്ങൾ ഭയങ്കര ഹാപ്പി ആണല്ലോ. ഇതൊക്കെ എന്നോട് ചോദിച്ച ചോദ്യമാണ്. എന്നാൽ അവരുടെ കാശ് പോലും എനിക്കെടുക്കാൻ എൻ്റെ കയ്യിലില്ല. But they asked that question, why you are so happy? അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു സാക്ഷ്യം പറയുവാൻ കർത്താവിനെ സഹായിച്ചു. ബട്ട് ദാറ്റ്സ് എ ടെസ്റ്റിമണി വിച്ച് കെയിം. ഹൗ യു ക്യാൻ ബി സോ ഹാപ്പി? നിങ്ങൾ വളരെ ഹാപ്പി ആണല്ലോ. നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഞാൻ തൊട്ട്, കാരണം ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ഈസി ആയിട്ട് കേൾക്കാൻ പറ്റും അവർക്ക്. ഞങ്ങൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവർക്ക് അടുക്കളയിൽ നിന്ന് ഞങ്ങളെ കാണാൻ പറ്റും. ഞങ്ങളെ ശരിക്കും വീക്ഷിക്കുന്നവരാണ് അവർ. അപ്പം അവർ പ്രത്യേകം ചോദിച്ചു, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആണല്ലോ. ദാറ്റ്സ് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പം. നമ്മുടെ ലൈഫ് ഇംപ്രൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇംപ്രൂവ് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, മെൻ്റലി നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. നമ്മുടെ ഇൻ്റലക്ച്വൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. ഏത് കാര്യത്തിലാണ്? ഏതെങ്കിലും പ്രോഡക്റ്റിനെ കുറിച്ചല്ല. നമ്മുടെ ബുദ്ധി വികസിക്കേണ്ടത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. നമ്മൾ മെച്ചപ്പെടുക എന്നുള്ളത് ഈ കംപ്ലീറ്റ് എന്ന വാക്കിൻ്റെ മറ്റൊരു അർത്ഥത്തിൽ പറയുന്ന, ഇവിടെ പറഞ്ഞേക്കുന്ന ഈ വാക്യത്തിൻ്റെ മറ്റൊരു രീതി പറഞ്ഞേക്കുന്നത് ടു ബി കംപ്ലീറ്റ്. എന്നിട്ട് പറയാണ്, ഫൈനലി ബ്രദറൻ ഫെയർവെൽ became complete, be of good comfort. അപ്പം അതിൻ്റെ മറ്റൊരു വാക്കാണ് എക്യുപ്പിങ്, നമ്മളെ സജ്ജമാക്കുക. Equipping us. So every day there will be a task, a tough task will be there in our life. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാകാം. പക്ഷേ അതെല്ലാം നമ്മളെ സജ്ജമാക്കുകയാണ്, നമ്മളെ എക്യുപ്പ് ചെയ്യാണ്. ആ ഒരു കടമ്പയിൽ നമ്മൾ എങ്ങനെയാണ് സമാധാനത്തോടെ ആ കാര്യം കൈകാര്യം ചെയ്യുന്നത്. വളരെ എന്താ പറയാം, വളരെ ബുദ്ധിയോട്, ജ്ഞാനത്തോടുകൂടി, സൗമ്യതയോടുകൂടി, സമാധാനത്തോടുകൂടി എങ്ങനെയാണ് കാര്യങ്ങളെ എക്യുപ്പ് ചെയ്യുന്നത്, സജ്ജമാക്കുക. ദെൻ ട്രെയിനിങ്, ദാറ്റ് ഈസ് എ ഡെയിലി പ്രോസസ്. പരിശീലനം എല്ലാ ദിവസവും പരിശീലിപ്പിക്കും. എങ്ങനെ നമ്മുടെ നടപ്പ്, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, ഇവിടെയൊക്കെ ഒരു പരിശീലനം എല്ലാ ദിവസവും ദൈവം നമ്മളിൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് it is not once in a year, it is daily. In the kingdom of God, it is daily. According to God, it is daily. It is not once in a year. ഇതൊരു ഷട്ട് ഡൗൺ അല്ല ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സാങ്ക്ടിഫിക്കേഷൻ മീൻസ് in our life, personal life, God will do it every day.
എവ്രി ഡേ, എവ്രി ടൈം ഹി വിൽ ഡു ഇറ്റ്. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കാണിച്ചു തരും എന്നുള്ളതല്ല, നമ്മളെ എക്വിപ്പ് ചെയ്യും, നമ്മളെ ട്രെയിൻ ചെയ്യും, നമ്മളെ ഇംപ്രൂവ് ചെയ്യും സകല സത്യത്തിലും നീതിയിലും. സോ സത്യവും നീതിയും ഇതാണ് നമ്മുടെ ബലമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. സത്യവും നീതിയും അത് നമ്മളിൽ ഉറച്ചു നിൽക്കുക. അതാണ് നമ്മുടെ ബലം. സത്യം പറഞ്ഞാൽ കർത്താവ് നീതിമാനായിരുന്നു, കർത്താവ് സത്യമുള്ളവനായിരുന്നു. പ്രൈസ് ഗാഡ്. അതൊരു ക്വാളിറ്റിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ട്രെയിനിങ്, എല്ലാ ദിവസവും ട്രെയിനിങ് ഉണ്ട്. പിന്നെ അച്ചടക്കം, ഈ വാക്കിൻ്റെ മറ്റൊരു അർത്ഥമാണ് അച്ചടക്കം. ടു ബി കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി, നല്ല ഇംപ്രൂവിങ്ങോടുകൂടി, അച്ചടക്കത്തോട് നല്ല മെച്ചപ്പെടുത്തി, സജ്ജമാക്കി, പരിശീലിപ്പിച്ച്, അച്ചടക്കത്തോടുകൂടി ഒരുക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് കംപ്ലീറ്റ് എന്ന് ആ വാക്ക് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, when we are weak and you are strong, and this also we pray that you may be made complete. You made perfect. You made perfect. Hallelujah. You be made complete in every area. അതുകൊണ്ടാണ് ശിഷ്യന്മാർ includes making necessary adjustment. ആവശ്യമുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ റിപ്പയറുകളും നമ്മൾ ഡെയിലി ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റാം. ഇന്ന് ചിലപ്പോൾ എന്തെങ്കിലും നമ്മുടെ വാക്കിലോ നോട്ടത്തിലോ ചിന്തകളിലോ തെറ്റുപറ്റാം. So repair, we have to do some adjustment and we have to repair it immediately. Repairing is a daily process. We have to repair. അതുകൊണ്ടാണ് കർത്താവ് വല നന്നാക്കുമായിരുന്നു. ശിഷ്യന്മാരെ തേടി പോയപ്പോൾ അവർ വല നന്നാക്കുമായിരുന്നു. കാരണം വല നന്നാക്കാതെ അന്ന് രാത്രി വീണ്ടും മീൻ പിടിക്കാൻ പോകാൻ പറ്റില്ല. എവറി ഡേ ദേ ഹാവ് ടു മെൻ ദ നെറ്റ്സ്. എല്ലാ ദിവസവും അവരുടെ വല അവർ നന്നാക്കണം. അവരുടെ ഉപജീവനമാണ്. ആ വല നന്നാക്കിയില്ലെങ്കിൽ നഷ്ടം വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എല്ലാ ദിവസവും ക്രമീകരിച്ച് റിപ്പയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പലതും നഷ്ടമാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ വല നന്നാക്കിയില്ലെങ്കിൽ അവർ മീൻ പിടിക്കാൻ കടലിൽ ചെല്ലുമ്പോൾ അവർക്കൊരു നല്ല മീൻകൂട്ടം വന്നാലും വല നന്നാക്കിയിട്ടില്ലെങ്കിൽ അത് അവർക്ക് നഷ്ടമാകും. അപ്പോൾ in our Christian life, if we are called by the Lord, നിങ്ങളുടെ കർത്താവ് നിങ്ങളെ വിളിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ, ദിസ് പ്രോസസ് ഈസ് എ ഡെയിലി തിങ്. Hallelujah. You should not ignore that. Hallelujah. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ, ഞാൻ പറഞ്ഞല്ലോ, സകല സത്യത്തിലും നീതിയിലും നമ്മളെ വഴി നടത്തും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കില്ലെന്ന് പറഞ്ഞു. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ. ഉടനെ ഒരു വാക്ക് മോശമായി പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളപ്പോൾ ഉടനെ പറയും, വാട്ട് യു സെഡ് ഈസ് നോട്ട് പ്രോപ്പർ. അപ്പോൾ നമുക്ക് സോറി ചോദിക്കാൻ ഒരു മടി കാണും. സോറി ചോദിച്ചാൽ എൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുമോ? ഇതൊക്കെ നമുക്ക് തോന്നാറുണ്ട്. നമ്മുടെ ഫ്ലഷ് അതുപോലെയാണ് നമുക്ക് എഗൻസ്റ്റായിട്ട് നിൽക്കുന്നത്. നമ്മുടെ സിൻ ആൻഡ് ഗ്രേസ്, ഇത് എപ്പോഴും തമ്മിലൊരു ഫൈറ്റ് ഉണ്ട്. ഹല്ലേലൂയ. ദൈവകൃപയും പാപവും, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. യു നോ വാട്ട്? സിൻ ഈസ് ആക്ച്വലി വർക്ക്. പാപം എന്ന് പറയുന്ന ഒരു ജോലിയാണ്. നമ്മുടെ ഡെയിലി നമ്മൾ എത്ര പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടാലും ഈ റെപ്രസെൻറ്റേറ്റീവ് അവിടെ കാണും. നമ്മുടെ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽപ്പുണ്ടാവും, പുതിയ പാപവുമായിട്ട്, അല്ലെങ്കിൽ നമ്മളെ പ്രേരിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ആകർഷിപ്പിക്കാനായിട്ട്. സിൻ ഈസ് വർക്ക്. സിൻ ഈസ് വർക്ക്. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞ പാപത്തിൻ്റെ ശമ്പളമോ മരണമത്രേ. അപ്പം പാപം എന്ന് പറയുന്നൊരു വർക്കാണ്. അതിൻ്റെ ശമ്പളമാണ് നിത്യമരണം. ഒരു കള്ളം പറയുമ്പോഴും നമ്മളൊന്ന് ചിന്തിച്ചോണം, ദ ഡെവിൾ ഈസ് ഹയറിങ് മീ ഫോർ ഇറ്റ്സ് വർക്ക്. പിശാച് എന്നെ അവൻ്റെ ജോലിക്കായി വാടകയ്ക്ക് എടുക്കുകയാണ്. പ്രൈസ് ഗോഡ്. നമ്മളെപ്പോഴും ഓർക്കണം, ഒരു പാപം ചെയ്യുമ്പം പെട്ടെന്ന് ഈ സാധനം ഉള്ളി വരണം. ഹീ ഈസ് ട്രൈങ് ടു ഹയർ മീ. അവൻ എന്നെ വാടകയ്ക്ക് എടുക്കുക. ഏറ്റവും വലിയ മാൻ പവർ ആർക്കാ ഉള്ളത് എന്നാൽ പിശാചൻ തന്നെയാണ്. ബിക്കോസ് ഇഷ്ടം പോലെ ആൾക്കാരാണ് അവൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്, അവൻ്റെ പദ്ധതി നടപ്പാക്കാനായിട്ട്. ഈ ലോകത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ള ആളാണ്.
I mean, he's just taking people. He's utilizing people. അപ്പോൾ ഒരു പാപം, sin means is work. പാപം എന്ന് പറഞ്ഞൊരു ജോലിയാണ്. ആർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു? സാത്താന് വേണ്ടി ജോലി ചെയ്യുക. ഒരു തന്നെ ചീത്ത പറയാന്ന് പറയുമ്പം യു ആർ റിയലി ഡൂയിങ് വർക്ക് ഫോർ സൈത്തൻ. സാത്താന് വേണ്ടി നീ ജോലി ചെയ്യുക. ഇറ്റ്സ് നോട്ട് യു ബീൻ യൂട്ടിലൈസ്ഡ്, ബട്ട് യു ആർ വർക്കിംഗ് ഫോർ ഹിം. അപ്പം അതിനൊരു ശമ്പളമുണ്ട്. അതിൻ്റെ ശമ്പളം മരണമാണ്. ആദ്യത്തെ ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളൂ. നല്ല ഒന്നും അടുത്തതിന് യൂസ് ചെയ്യാൻ ചില ഇൻസെൻറ്റീവ് കൊടുക്കും പിശാച്. സാധാരണ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. കാണാൻ രസമുള്ളതാക്കി, ആകർഷരാക്കി, ആകൃഷ്ടമാക്കുക. അറിയാലോ. പിശാചു പല രീതിയിൽ നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. സോ സിൻ ഈസ് വർക്ക്. അതൊരിക്കലും മറന്നു പോകരുത്. നിങ്ങൾ ഇന്ന് രാവിലെ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാപമായ ഒരു ചിന്തയോ നോട്ടമോ വാക്കോ ആഗ്രഹമോ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കണം, പിശാച് എന്നെ അവൻ്റെ പദ്ധതിക്കായി ഒരുക്കുകയാണ്. ഹീ ഈസ് ഗിവിങ് മീ എ ജോബ്. Only thing what you can do, you can reject that job. You can reject that job. നിങ്ങൾക്ക് പറയാം, എനിക്ക് വേണ്ട, I will not do. Sorry, I am a child of God. Hallelujah. നമ്മുടെ ഡെയിലി ഉള്ള ലൈഫിലുള്ള പ്രോബ്ലം ഇത്. നമുക്ക് പ്രോമിസസ് ഉണ്ട് ഇഷ്ടം പോലെ, but the many promises are blocked by because he take away precious time in our life. നമ്മളെ ഗിൽറ്റി ആക്കും. ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പ്രോസസ്സ് ഗിൽറ്റി ആക്കാന്നുള്ള, സ്തോത്രം, നിരാശരാക്കാന്നുള്ള. സോ ഐ എം ടെല്ലിങ്, ഞാൻ വന്നത് ഡെയിലി ഉള്ള കാര്യമാണ് നമ്മളെ ക്രമീകരണം, നന്നാക്കൽ. നമ്മളെ ഇറ്റ് ഇൻക്ലൂഡ്സ് മേക്കിംഗ് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് റിപ്പയർ ഇൻ അവർ ഡെയിലി ലൈഫ്. 4:21 ഡിസൈപ്പിൾ മെൻഡിങ് ദ നെറ്റ്സ്. യേശുവിന് അത് ഇഷ്ടപ്പെട്ടു. കാരണം അവർ വെറുതെ ഇരിക്കുന്നവരല്ലായിരുന്നു, അവരെ വല നന്നാക്കുന്നവരെ, നടത്ത ക്യാച്ചിനുവാൻ അപ്പോഴാണ് വിളിച്ചത്. ഹല്ലേലൂയ. നന്നാക്കുന്നവരെ ദൈവം പെട്ടെന്ന് കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. വെൻ വി റിപ്പയർ അവർ ലൈഫ്, ദാറ്റ് ഈസ് വെരി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പരിശുദ്ധാത്മാവ് പോലും സന്തോഷിക്കുന്ന ടൈമാണ്. കാരണം പരിശുദ്ധാത്മാവാണല്ലോ നമ്മുടെ ഉള്ളിൽ ഇവിടെ റിപ്പയർ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നത്. ഇഫ് യു കോപ്പറേറ്റ് വിത്ത് ദ ലോർഡ് ഫോർ സയൻറ്റിഫിക്കേഷൻ, നമ്മുടെ എന്താ പറയുക, നമ്മൾ വി ആർ റിയലി ജോയ്ഫുൾ, ഇന്റേർണലി ജോയ്ഫുൾ ആൻഡ് പീസ്ഫുൾ പീപ്പിൾ. കാശുള്ളതുകൊണ്ട് സമാധാനം വരുന്നു ഒരിക്കലും ഇല്ലെന്നുള്ളത് ഇന്നത്തെ മാധ്യമങ്ങൾ, ഇപ്പോഴത്തെ ഓരോ വിഷയങ്ങൾ വളരെ ക്ലിയർ ആക്കുന്നുണ്ട്. മണി കനോട്ട് ഗീവ് പീസ് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് ഓരോ ന്യൂസ് നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ. ഓരോ ന്യൂസ്, those who have money are really they are really in trouble now, many of them, because they don't know how to. So money cannot make any peace. സമാധാനം നമുക്കുണ്ടാവണമെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ എന്താ പറയുന്നത്, അവൻ സകല സത്യത്തിലും നീതിയിലും നിന്നെ വഴി നടത്തും. So to be complete means, hallelujah, you have to improve. Today you have to improve. ഏതെല്ലാം മേഖലയാണ് സ്വഭാവത്തിൽ ഇംപ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ you have to improve. You have to equip yourself, hallelujah, to do the good things, hallelujah. To do the good things, that is the first thing. Joseph in he was equipped. He was trained well in the well as well as in the jail. Hallelujah. He was trained well. He was trained personally, by God, so that പൊത്തിഫറിന്റെ ഭാര്യയെ തന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ ഒരു വാക്ക് താൻ പറയുന്നുണ്ട്, എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യത്തില്ല. That's a strong word. അത് ഹയർ ചെയ്യാൻ വന്ന പിശാച് ഹയർ ചെയ്യാൻ വന്നതാ തൻ്റെ ജോലിക്കായി. ബട്ട് ഹി സെഡ്, ഐ വിൽ നോട്ട് സ്റ്റാൻഡ് അഗൈൻസ്റ്റ് മൈ ഗോഡ്. എൻ്റെ ദൈവത്തോട് ഞാൻ പാപം ചെയ്യത്തില്ല. ദിസ് വേർഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഡെയിലി ഇൻ അവർ ലൈഫ്. ഒരു തെറ്റ് ചിലപ്പം നന്മ ഉണ്ടെന്ന് കുറേ ഇൻസെൻറ്റീവ് പറയുമായിരിക്കും. നീ ഇത് ചെയ്തു കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട് ഓഫ് യു ഗെറ്റ് സോ മച്ച് ഓഫ് മണി. ബട്ട് ഐ എം ടെല്ലിങ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർ, should not do, you have to say no to it. Hallelujah. താല്പര്യമില്ലെന്ന് പറയണം. That means ഇവിടെ പറയുന്നത് to be complete, daily improving, equipping, training and disciplining your personal life. നെറ്റ് ഇംപ്രൂവ് ചെയ്യുന്ന മെൻറ്റ് ചെയ്തെടുക്കുന്ന each time when they go out for fishing, they make sure the net is mended properly. ഓരോ പ്രാവശ്യം അവർ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവരൊരു കാര്യം
ശ്രദ്ധിക്കും. അവരുടെ നെറ്റ്, അവരുടെ വല പെർഫെക്റ്റാ ഇന്നത്തെ ക്യാച്ചിന്. ഹല്ലേലൂയ. ആമീൻ. ഇന്ന് അവരാ പോകുന്ന ജോലിക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ദിവസം പെർഫെക്റ്റ് ആക്കി. ബിക്കോസ് യു ഹാവ് ടു ക്ലിയർ. ഐ ജസ്റ്റ് റിക്വസ്റ്റ് every day when you finish your day, when you go to bed, before you just repair the things, you just sit with God and try to repair the things. Hallelujah. So that you can have a blessed day on the next day. Hallelujah. A blessed morning. And you'll be blessed when you understand your standard, that you are called, not just to live in this world, but you are called, to be a victory person. Hallelujah. ഒരു വിജയത്തിൻ്റെ മനസ്സുള്ള, ജയത്തിൻ്റെ മനസ്സുള്ള, എന്തിനുള്ള ജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപത്തെ ജയിക്കാനുള്ള ഒരു ജയിച്ചു വരുന്ന ഒരു രീതി നമുക്കുണ്ടാവണം. Hallelujah. So it includes making necessary adjustment that we have to do that. I just want to conclude here and just want to urge all the people, hallelujah, to prepare yourself daily. നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. എവറി ഡേ യുവർ ലൈഫ് ഷുഡ് ബി ഇംപ്രൂവ്. ഫിസിക്കലി മാത്രമല്ല, your family life should be improved. Your relationship with your wife, with your children, with the neighbors should be improved. With the people should be improved. Hallelujah. Equip well. Hallelujah. Equip the people. Equip the people to do good. Equip the family to do good. Equip the children to do good. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം നല്ലത് സംസാരിക്കാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കുവാൻ. ഇതെല്ലാം പഠിപ്പിക്കണം നമ്മൾ. നല്ല മനോഭാവം ഉണ്ടാകുവാൻ. We have to equip them. Hallelujah. Train them. അവരെ പരിശീലിപ്പിക്കണം, അവരെ ട്രെയിൻ ചെയ്യണം. നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യണം. നമ്മുടെ നാക്ക് ട്രെയിൻ ചെയ്യണം, നമ്മുടെ നോട്ടം ട്രെയിൻ ചെയ്യണം, നമ്മുടെ ചിന്ത ട്രെയിൻ ചെയ്യണം. Hallelujah. So disciplining, അച്ചടക്കം, എല്ലാത്തിലും ഒരു അച്ചടക്കം വേണം. Hallelujah. So I'm just request all of you, to be complete. That's what God wants. From finally, brother and farewell, become complete. Be of good comfort. Be of one mind. Live in peace. ഇത് ദൈവം നമുക്ക് പറഞ്ഞിട്ടുള്ള സമാധാനത്തിൽ ജീവിക്കുക. Live in peace, and the God of love and peace will be with you. See that? So the Lord and the God of love and peace will be with you. സ്നേഹത്തിൻ്റെ ദൈവവും സമാധാനത്തിൻ്റെ ദൈവവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. Hallelujah. If you've been complete, hallelujah, if you train these, peace of God and the love of God, കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ സമാധാനവും നമ്മളിൽ എന്നും ഉണ്ടാകും. Hallelujah. That's the greatest thing. Hallelujah. നമുക്ക് ലോകത്തെ വേറെ എന്ത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. We have this. കർത്താവിൻ്റെ സ്നേഹം നമ്മളിലുണ്ടെങ്കിൽ that's great. കർത്താവിൻ്റെ സമാധാനം നമ്മളിലുണ്ടെങ്കിൽ that's wonderful. നമ്മുടെ കണ്ണുകളടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുന്നു. ഈ മനോഹരമായ ദിവസം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി. കർത്താവ്, ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷകരമായി, ഏറ്റവും സമാധാനത്തോടെ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ലൈഫിൽ നടക്കേണ്ട എല്ലാ റിപ്പയറുകളും കർത്താവെ ചെയ്യുവാൻ ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. ലോർഡ്, വെൻ യു സാങ്ക്ടിഫൈ അസ്, കർത്താവ് ഞങ്ങളെ ശുദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അതിന് മറുതലിച്ച് നിൽക്കാതെ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ സാങ്ക്ടിഫിക്കേഷൻ ഇന്നത്തെ പ്രോസസ്സ് എല്ലാം നന്നായി കർത്താവെ അങ്ങ് ചെയ്ത് അടിയനെ കംപ്ലീറ്റ് ആക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, എല്ലാ മേഖലകളും കർത്താവെ, ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ നോട്ടങ്ങൾ, ഞങ്ങളുടെ ഭാവങ്ങൾ, ഞങ്ങളുടെ ആഗ്രഹങ്ങളിലെല്ലാം കർത്താവെ, ഹല്ലേലൂയ, കർത്താവെ, യു ആർ മേക്കിംഗ് us ഞങ്ങളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, മേക്ക് ദിസ് ഡേ എ ബ്ലെസ്ഡ് ഡേ ഫോർ us, Lord. Each one of us, let our families be blessed, let our children be blessed, let our neighbors be blessed, let our people where we are working, hallelujah, ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഞങ്ങൾ കർത്താവ് ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തും ഞങ്ങളുടെ സ്റ്റാഫുകളും ഞങ്ങളുടെ നെയ്ബേഴ്സും എല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ മുഖാന്തരം കർത്താവെ, അടിയൻ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടണം. കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു സാക്ഷ്യം കർത്താവ്, ഞങ്ങൾ പറയുന്ന സാക്ഷ്യമല്ല, മറ്റുള്ളവർ ഞങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്ക
രീതിയിൽ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുത്ത് ഇന്ന് ഞങ്ങൾക്ക് കർത്താവ് ഒരുക്കിയ എല്ലാ നന്മകളും അനുഭവിപ്പാൻ കർത്താവ് ഞങ്ങളെല്ലാവരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണം. മേക്ക് ദിസ് ഡേ എ ബ്ലെസ്സഡ് ഡേ ലോർഡ്. ഇൻ ജീസസ് ക്രൈസ്റ്റ് വി ആസ്ക് ദിസ് പ്രേയർ. Amen and amen. May God bless you.